ഹായ് ദിസ് ഇസ് നെവിൻ, ഞാനാണ് നിങ്ങളുടെ സ്റ്റൈലിസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ മുടിയൊക്കെ ആക്കിയിട്ട് പോയി. അപ്പം ഞാൻ ഭയങ്കര വലിയ എന്തോ ഇതാണ്. ചായ കുടിക്കാൻ പോയിട്ട് ചായക്കടക്കാരൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇവൻ ചേട്ടാ അല്ലേ എന്താന്ന് വെട്ടി ഇവന്റെ റിയൽ ആ ഒരു ഇച്ചിരി ഫെമിനിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് നെവിൻ്റെ. നെവിൻ എന്ന് പറയുന്നത് 24 hours ഒരു എന്റർടൈൻമെന്റ് ഒരു പാക്കാണ്. നെവിൻ ചോദിക്കുന്നത് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ പോയപ്പം ബിഗ് ബോസിന് സുഖമാണോ? അഭിഷേകിന് നെവിൻ ഒരു പൂക്കിയെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും അല്ല. അവൻ അങ്ങനെ പൂക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിലത്തിട്ട് അടിക്കും. നെവിന്റെ ഒരു വീക്ക്നെസ് എന്താ അഭിഷേകിന് അറിയാവുന്നത്? ഞാനാണ് പിന്നെ അവര് ചോദിക്കാണ് ആരാണ് കാറിന്റെ ഉള്ളിൽ പൈസ വെച്ചിട്ട് എടുക്കാൻ പോണേ. ഫസ്റ്റ് തന്നെ കൈബക്കി നെവിൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. ആ ടാസ്കിലില്ല. പക്ഷെ പ്രൊമോ നെവിന്റെ വരുന്നത്. നെവിൻ 15,000 എവിടെ നിന്ന് എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നു. ഇല്ലാത്ത ടാസ്കിലും പ്രൊമോ നെവിന്റെയാണ് വരുന്നത്. അപ്പൊ അവന് ഒരു കണ്ടന്റ് മേക്ക് ചെയ്യാനുള്ള നല്ല കഴിവുണ്ട്. ഞാൻ വിഷമം പറഞ്ഞപ്പോ കൊച്ചിന്ന് വന്ന് ഇത്രയും ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എനിക്കില്ല. അപ്പൊ അന്ന് ഭയങ്കര ഇമോഷണലായി. സോറി. ബിക്കോസ് എന്തായാലും നമ്മുടെ ഫ്രണ്ട് നമ്മൾ കുറെ ദിവസമായിരുന്നു കണ്ടിട്ട്. അപ്പൊ അതിന്റെ ഒക്കെ നെവിൻ അനുമോളുടെ വെള്ളം ഒഴിച്ച എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അന്ന് മുംബൈയിൽ എന്തോ ഒരു പരിപാടിക്ക് മുംബൈയിൽ പോയിരിക്കാം. എനിക്ക് ഇൻസ്റ്റയില് മെസ്സേജ്, നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തല്ലും. ഇപ്പൊ ഒരാള് പേ ചെയ്തിട്ട് വോട്ട് ചെയ്യിപ്പിക്കുവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്തൊരു വിന്നർ ആയാൽ പോലും അതിനൊരു വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഷാനവാസ് വന്നിട്ടാണ് നെവിന്റെ ആ പാൽ പാക്കറ്റില് പിടിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അതിനൊരു റിയാക്ട് ചെയ്തു, അതവിടെ തീർന്നു. എനിക്ക് തോന്നുന്നു അതൊരു പാനിക് അറ്റാക്കാ പറ്റി, അല്ലാണ്ട് നെവിൻ എറിഞ്ഞ ഒരു ശക്തി കൊണ്ട് പറ്റിയൊരു ഇതല്ല. അഭിഷേക് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ പോയായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അൺഫോളോ ചെയ്യുന്നവരായിരിക്കും? ലക്ഷ്മി. അൺഫോളോ അല്ല, ബ്ലോക്ക് ആൻഡ് റിപ്പോർട്ട്. ഭയങ്കര മോശം രീതിയിൽ എനിക്ക് അഖിൽമാരാര് പറഞ്ഞു തോന്നി. ഇവനെ അല്ലേ ഇവന്റെ തന്തേനെ അടിക്കണം ആ ഒരു രീതിയിലൊക്കെ പറയും. ഇതൊരു ഗെയിം അല്ലേ. അവന്റെ അനിയത്തി എനിക്ക് ആ വീഡിയോ അഖിൽമാരാന്റെ അയച്ചു തന്നിട്ട് എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ മോശമായിട്ട് പറയുന്നത്. ഹായ് ഹലോ നമസ്കാരം. മലയാളികളുടെ മൊബൈൽ ഫീഡിലേക്ക് വൈവിധ്യമാർന്ന കാഴ്ചകളുമായി ഐസ് ബ്രേക്ക് എന്റർടൈൻമെന്റ്സ്. ഐസ് ബ്രേക്ക് എന്റർടൈൻമെന്റ്സിന്റെ ഐസ് ബ്രേക്ക് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഐസ് ബ്രേക്ക് ചെയ്യാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അഭിഷേകാണ്. അഭിഷേക്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് അഭിഷേക് വിശേഷം? സുഖമായിരിക്കുന്നു, എല്ലാം നല്ല പോലെ പോകുന്നുണ്ട്. ഭയങ്കര ബിസി ആണെന്ന് തോന്നുന്നല്ലോ. ബിസി ആക്ച്വലി ഞാൻ ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. അപ്പോൾ അതിന്റെ കൂടെയാണ് ഞാനിപ്പോ ബിഗ് ബോസ് കഴിഞ്ഞ് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യാനുള്ളൊരു ഓട്ടം അതാണ്. എനിക്കത് വിടാനും പറ്റുന്നില്ല, കാരണം നമ്മുടെ ഒരു മേജർ ഇൻകം ആണ്. ബാക്കിയെല്ലാം നമുക്കൊരു അഡീഷണൽ എന്നുള്ളൊരു ഇതിലേ ഉള്ളൂ. പക്ഷെ എല്ലാം മാനേജ് ചെയ്ത് എത്തുമ്പോ ഓട്ടമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ BB7 നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, 7ന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിഷേക് സ്ഥിരം കാണുന്നുണ്ടോ? എല്ലാ ദിവസവും മുടങ്ങാതെ കാണും? എല്ലാ ദിവസവും കാണും. നെവിൻ ഉള്ളത് കാരണം അത് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് എത്താം. ഞാൻ ഈ സീസൺ കാണണ്ട എന്ന് വിചാരിച്ചൊരു ഇതാണ്. കാരണം എന്റെ സീസൺ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്റെ എപ്പിസോഡ് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് 10 മിനിറ്റ് കാണുമ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്യും. ഒരു ട്രോമ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഇതൊക്കെ ഓർമ്മ വരുമല്ലോ. പക്ഷെ ഈ സീസൺ ഞാൻ എന്തായാലും കാണും. എനിക്ക് എന്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യണം, കാരണം അവന് വേറെ PR വേറെ ആരും ഇല്ല സപ്പോർട്ട് ചെയ്യാൻ. ഈവൻ ഫാമിലിന്ന് പോലും അത്ര ടെക്നോളജി ബേസ്ഡ് ആൾക്കാരല്ല. അപ്പൊ ഞാൻ ഫുള്ള് ഇരുന്ന് ലൈവും എല്ലാം എനിക്ക് പറ്റാവുന്ന സമയം എല്ലാം കാണും. ഓക്കെ, സോ നെവിൻ അല്ലാതെ അതർ നെവിൻ ആരാണ് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അഭിഷേകിന്റെ? ഇപ്പൊ എനിക്ക് അക്ബറിനെ ഇഷ്ടമാണ്. അക്ബറും നെവിനുമാണ് ഫേവറേറ്റ് കണ്ടസ്റ്റൻസ്. ഓക്കെ, അപ്പം ഹൗസിൽ അഭിഷേകിന് ഇങ്ങനെ ഭയങ്കര റിയൽ ആയിട്ട് നിൽക്കുന്ന ആരാന്നാ തോന്നിയിട്ടുള്ളത്? റിയൽ ആയി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ വട്ടം സീസണിൽ എല്ലാവരും ഏകദേശം റിയൽ തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു ഫേക്ക് ഡ്രാമാസോ ഫേക്ക് റിലേഷൻഷിപ്സോ ലവ് സ്ട്രാറ്റജീസ് ഒന്നും ഇല്ലാത്തൊരു സീസൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഇന്നലെ എനിക്കൊന്ന് 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അനുമോൾ ആൻഡ് അനീഷ് ഒരു ലവ് സ്ട്രാറ്റജി. സോ അത് എന്താ തോന്നുന്നു അഭിഷേകിന്? എന്താ തോന്നുന്നു, അതൊരു ഗെയിമാണോ അല്ലെങ്കിൽ അത് ശരിക്കും ഒരു ലവ് സ്ട്രാറ്റജി പ്ലാൻ ആയിരിക്കുമോ? ഈ ഒരു 90th ഡേയിൽ അത് അനീഷേട്ടൻ പറയുമ്പോൾ എനിക്കൊരു ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത്. 90 ഡേയ്സിലാണ് പറയുന്നത്. ഇനി എല്ലാ വോട്ടും എനിക്ക് തന്നെ വേണം എന്നുള്ളൊരു സ്ട്രാറ്റജി ആണോ എന്ന് അറിയില്ല. നെവിനെ ഫസ്റ്റ് പരിചയപ്പെട്ടത് എങ്ങനെയാണ്? നെവിനെ ഫസ്റ്റ് പരിചയപ്പെട്ടത് എനിക്കൊരു ഓണത്തിന്റെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഫോട്ടോഷൂട്ടിന് പോയപ്പോ ഇവൻ സ്റ്റൈലിസ്റ്റ് അവിടുത്തെ. എന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് അവനാണ്. അപ്പം ഞാൻ നോക്കിയപ്പോ മുടി ഫുൾ ഇങ്ങനെ വളർത്തിയൊരു ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടൊരു പുള്ളി വന്നിട്ട് ഭയങ്കര മാൻലി വോയിസ്, ഹായ് ഐ എം നെവിൻ കപ്രീഷ്യസ് അംബ്രോസ്. അവന്റെ ഒരു പേരുണ്ടല്ലോ, റിയൽ നെയിം ആണോ? ഐ തിങ്ക് അല്ല,
അവൻ തന്നെ ഇട്ട്. പക്ഷെ എന്റെ അടുത്ത് ഫസ്റ്റ് പറയുന്നത് എങ്ങനെയാണ്, നെവിൻ കപ്രീഷ്യസ് ആൻഡ്രോയിഡ് അംബ്രോസ് ആൻഡ്രൂ ഡിസിൽവ. ആൻഡ്രോയിഡ് എന്നൊക്കെയാ കേട്ടിട്ടുള്ളത്. ഈ ആൻഡ്രേ ഡിസിൽവ, ഈ ആൻഡ്രോ ഒക്കെ ഏതോ സീരീസിലെ പേരാട്ടോ. ഇവനൊരു ആക്ച്വലി ഞാൻ നെവിനെ ഫസ്റ്റ് കണ്ടപ്പോ എന്റെ അമ്മയുടെ അടുത്ത് വേണം, ഒരു ബബിളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ബാക്കി എന്തും അവനെ മാറ്റർ ചെയ്യത്തില്ല, അവന്റെ ഇത്. അപ്പം അങ്ങനെ കണ്ടപ്പോ ഭയങ്കര ഹായ് ദിസ് ഇസ് നെവിൻ, ഞാനാണ് നിങ്ങളുടെ സ്റ്റൈലിസ്റ്റ്, എന്നിട്ട് ഇങ്ങനെ മുടിയൊക്കെ ആക്കിയിട്ട് പോയി. അപ്പൊ ഞാൻ ഭയങ്കര വലിയ എന്തോ ഇതാണ്. അപ്പൊ നോക്കിയപ്പോ ഞങ്ങളുടെ മോഡൽ പയ്യൻ ഞാൻ കൂടാതെ ഒരു മോഡലും കൂടി ഉണ്ട്, പുള്ളി വന്നിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇവനെ മോഡലാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇവൻ അതേ ഡ്രസ്സൊക്കെ ഇട്ട് ഇവൻ മോഡലിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവൻ ഇടയ്ക്ക് വെച്ച്, അഭിഷേക് നമുക്കൊന്ന് ചായ കുടിക്കാൻ പോവാം, ഇനി ഷൂട്ടിന് കുറച്ച് ടൈമുണ്ട്. ചായ കുടിക്കാൻ പോയിട്ട് ചായക്കടക്കാരൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇവൻ ചേട്ടാ അല്ലേ എന്താന്ന് വെട്ടി ഇവന്റെ റിയൽ ആ ഒരു ഇച്ചിരി ഫെമിനിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് നെവിന്. അത് പുറത്ത് വന്ന് ഭയങ്കര ജോളി ഹാപ്പി, കലൂര് സ്റ്റേഡിയത്തിന്റെ അവിടെയൊക്കെ ഭയങ്കര ഇങ്ങനെ ജോളിയായി നിൽക്കുന്ന ഒരു പുള്ളി. അപ്പൊ നേരത്തെ കണ്ട ആളല്ലല്ലോ ഇതെന്നായി. അഭിഷേക് അപ്പൊ ചോദിച്ചില്ലേ ഇതെന്താ സഡൻ ഒരു സഡൻ. അപ്പൊ ഞാൻ ഇങ്ങനെയാണ്, ഞാനത് വർക്ക് ഇത് എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. പിന്നെ നമ്മൾ വിളിന്ന് പറഞ്ഞ ഒരു ദിവസം 2-3 വട്ടം നെവിനെ വിളിച്ചില്ലെങ്കിൽ ആ ഒരു ദിവസം കംപ്ലീറ്റ് അല്ല. വിളിച്ചിട്ട് ഇവിടെ എന്തുണ്ടായി, പരദൂഷണം, അവളെ പരദൂഷണം, ഇവിടെ പരദൂഷണം, അങ്ങനെ ഒരു ഭയങ്കര. നെവിൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വേണ്ട ഒരു ഫ്രണ്ടാണ് നെവിൻ. നമുക്ക് എന്തും പറയാം, എപ്പോഴും ചിരിക്കാനും നമ്മളെ ചിരിപ്പിക്കാനും കഴിയുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്രണ്ടാണ്. അപ്പോ ഈ ബിഗ് ബോസ് 7ലേക്ക് നെവിൻ പോകുന്നതിന് മുമ്പ് അഭിഷേകും ജാൻമണിയും ഒക്കെ എന്തെങ്കിലും അഡ്വൈസ് കൊടുത്തിരുന്നോ നെവിന്? ഞാൻ നെവിനോട് പറഞ്ഞു, നെവിനെ മാക്സിമം നീ ആയിട്ട് നിന്നാ മതി, നീ അതിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം നെവിൻ എന്ന് പറയുന്നത് 24 hours ഒരു എന്റർടൈൻമെന്റ് ഒരു പാക്കാണ്. നീ ആയിട്ട് നിക്കുക, വേണമെങ്കിൽ ഒരു പൊടിക്ക് കുറച്ച നല്ലത്. കാരണം അത്രയ്ക്ക് നമുക്ക് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നത് ഇവനൊരു 2 weeks ഔട്ട് ആവുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം മലയാളികൾ ഇതുവരെ ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല. ഭയങ്കര യുണീക്കാണ് ഇവൻ. അപ്പൊ ഭയങ്കര ലൗഡാണ്. അപ്പൊ ചിലപ്പോൾ മലയാളികൾ കണ്ടിട്ടുള്ളത് അനുമോളെ പോലെ കുറച്ചും കൂടി ഒതുക്കമുള്ള ആൾക്കാര്. അപ്പൊ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 2 weeks കഴിഞ്ഞപ്പോ മനസ്സിലായി ഇവൻ 100 days ആണ്. അത്രയ്ക്ക് ആൾക്കാർക്ക് അവന്റെ ഒരു എന്റർടൈൻമെന്റ്. അതായത് നെവിന്റെ തന്നെ ഒരുപാട് കോമഡി കട്ട് റീൽസ് വരുന്നുണ്ട്. അതായത് നെവിൻ ചോദിക്കുന്നത് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ പോയപ്പം ബിഗ് ബോസിന് സുഖാണോ? ഇവൻ പോണതിന് മുന്നേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. അതാണ് മുടിമുറിക്കുന്നതിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്ലാൻഡ് ആയിട്ടുള്ളതൊക്കെ അവൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവൻ റിയൽ ആയി നിൽക്കേണ്ടതൊക്കെ നിന്നിട്ടുണ്ട്. അപ്പം നല്ല പഠിച്ച. കഴിഞ്ഞ ദിവസം നെവിൻ പറയുന്നുണ്ടായിരുന്നു, അതായത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചത് ചിലപ്പോൾ ഞാനായിരിക്കും. അതായത് പൊറോട്ട അടിച്ചു, ബിഗ് ബോസിന്റെ മെയിൻ ഡോറിൽ കൂടെ ഇറങ്ങിപ്പോയി അടുക്കള വാതിലൂടെ ഞാൻ വന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നെവിൻ എടുത്തു. അതായത് മെലിഞ്ഞു വന്നിട്ട് വളരെ ഹെൽത്തി ആയി ഞാനിപ്പോ, വേറെ കണ്ടസ്റ്റൻസ് എല്ലാം മെലിഞ്ഞു പോവുക ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ നെവിൻ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. സോ അഭിഷേകിന് എന്താ തോന്നിയത് ത്രൂ ഔട്ട് ഇത്രയും ദിവസം നെവിനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോ? എനിക്ക് തോന്നി നെവിൻ, നമ്മളൊരു ലൈവ് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% നെവിനാണ് ആ ഷോ കൊണ്ടുപോകുന്നത്. അപ്പൊ പുള്ളി ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജ് ആണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരാൾ വന്നിട്ടില്ല ബിഗ് ബോസിലല്ലേ. എനിക്ക് തോന്നുന്നു സീസൺ 6-7 വരെ എടുക്കുകയാണെങ്കിൽ ഒരു ഏറ്റവും ബെസ്റ്റ് എന്റർടൈനർ എന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് നെവിനെ പറയാന്നുള്ളൊരു രീതിക്കാണ്. പുള്ളിയാണ്. അതുപോലെ തന്നെ വരുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ നെവിൻ കുറച്ചും കൂടെ ഒരു ഫെമിനിറ്റി ഇടുമല്ലോ, ഒരു സ്ത്രൈണത ഇടുന്നത് മനഃപൂർവ്വം ഇടുന്നതാണ് എന്നൊരു, നെവിന്റെ ഒരു ബേസിക് നേച്ചർ ഇതാണോ? നെവിൻ അങ്ങനെയാണ്. നെവിൻ അത് ബോധേഡ് അല്ല. ഇപ്പൊ അവൻ ഫെമിനിൻ ആണ് എന്നൊരാൾ പറഞ്ഞാൽ നെവിൻ എന്താണോ അത് ആരും കൺട്രോൾ ചെയ്യണത് നെവിന് ഇഷ്ടമല്ല. നെവിൻ ഇപ്പൊ വേണമെങ്കിൽ അത് ഒതുക്കി പിടിച്ചൊരു മെയിൽ എന്താണ് മസ്കുലിൻ ആയിട്ട് ചെയ്യാം. പക്ഷെ അവനത് ബോധേഡ് അല്ല, അവൻ ഹാപ്പിയാണ് അവന്റെ ഓൺ ഇതില്. അപ്പൊ പിന്നെ നമ്മൾ ഇതില് ഇതല്ല, ആക്ടിങ് അല്ല, അവൻ അങ്ങനെയാണ് കംപ്ലീറ്റ്. ഇതിനും എക്സ്ട്രീം ആണ് അവൻ, കുറച്ചും കൂടി ആണ്. പക്ഷെ അത് കുറച്ച് അവൻ ഒതുക്കി പിടിച്ചിട്ടുണ്ട് ഉണ്ടാകത്ത്. അതുപോലെ നെവിനെ കുറിച്ച് ബേസിക്കലി പറയും പൂക്കി നെവിൻ എന്നൊരു കമന്റ്സ് വരാറുണ്ട്, അല്ലെങ്കിൽ അതേപോലത്തെ കട്ട് വീഡിയോസ് വരാറുണ്ട്. അഭിഷേകിന് നെവിൻ ഒരു പൂക്കിയെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും അല്ല. അവൻ അങ്ങനെ പൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിലത്തെടുത്ത് അടിക്കും. അവൻ ഈ റൊമാൻറ്റിക് അല്ലെങ്കിൽ ക്യൂട്ട്നെസ് ഇതൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാ. പക്ഷെ നെവിൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ മിക്കവാറും നോക്കി കഴിയുമ്പോൾ കുറെ വീഡിയോസ് കാണും. അവനോട് ക്രഷുള്ള ഒരുപാട് ഗേൾസ് ഉണ്ട്. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് നെവിൻ ചേട്ടൻ ക്രഷാണ്, പടം വരയ്ക്കുന്ന അവന്റെ ഹാർട്ട് ഷേപ്പിലൊക്കെ വെച്ചിട്ട്. അവൻ എന്തായാലും ഫ്ലാറ്റ് ആവുന്നതൊക്കെ കാണുമ്പോ. അതുപോലെ നമ്മൾ ഹൗസിലെ കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞതിന് ശേഷം നെവിന്റെ ക്യാരക്ടറിൽ ഒരു ചേഞ്ച് ഒക്കെ തോന്നിയായിരുന്നോ?
ഈ 3 പേര് ക്യാപ്റ്റനായ ഇതാണോ പറയുന്നത്? അതെ അതെ അത് കുറച്ച് നെഗറ്റീവിലോട്ട് പോയി അത്. അത് മേ ബി എനിക്ക് തോന്നുന്നു എല്ലാം കഴിയില്ല. ലൈക്ക് അവസാനത്തിലോട്ട് എത്തുമ്പോ എല്ലാരും PR ഒക്കെ ചെയ്ത് നിൽക്കുമ്പോ ഇവനും ചിലപ്പോ പേടിച്ച് കാണും എന്തെങ്കിലും ഓവറായിട്ട് കണ്ടന്റ് കൊടുത്താലേ ഇനി നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. ജാൻമുനിക്ക് നെഗറ്റീവ് വന്നെങ്കിലും ജാൻമുനിയെ പോലൊരു കണ്ടസ്റ്റന്റ് വേറെ വന്നിട്ടില്ല. ഫുൾ കണ്ടന്റ് ആണ്. രാഖി സാവന്തിനെ പോലെ ഒരു കണ്ടസ്റ്റന്റ് ഇല്ല. അതുപോലെ ഒരു യുണീക്കായി നീ നിന്നോളാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി അതൊക്കെ ആയിരിക്കാം അവനൊരു നെഗറ്റീവ് ആണെങ്കിലും കണ്ടന്റ് കൊടുക്കുക. പിന്നെ എന്താണ് നമ്മള് PR അങ്ങനെ ഒന്നും നമുക്ക് അറിയത്തില്ല ഞാൻ ഇതിനെ അതിലേക്ക് കുറിച്ച്. എത്തായിരുന്നു അഭിഷേക്. Okay. അതായത് അനുമോള് 16 ലക്ഷത്തിന് PR കൊടുത്തു എന്നൊരു ഇങ്ങനെ പല പല പറയുന്നുണ്ട്. ടോക്കുകൾ ഉണ്ടാവുന്നു. Yes. പക്ഷെ അനുമോള് തന്നെ പറയുന്നുണ്ട് അത്രയും പൈസ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ PR കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അനുമോള് പറയുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ഡിസ്കഷൻ നടക്കാണ്. അവിടെ പലരും പറയുന്നുണ്ട് ചെറുതായിട്ട് അവർ PR ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അഭിഷേക് പോയ സമയത്ത് അഭിഷേക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, ഞാൻ ആക്ച്വലി ഈ ഷോന്റെ പിന്നിലും എനിക്കൊരു സെലിബ്രിറ്റീസ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ പൂനെയിൽ വെച്ച് അപ്ലൈ ചെയ്യുന്നത് ബിഗ് ബോസിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് എന്നെ സെലക്ടഡ് ആയെന്ന് പറയുമ്പോൾ ഞാൻ പൂനെയിൽ നിന്നാണ് ഡയറക്ട്ലി ചെന്നൈ സെറ്റിലേക്ക് വരുന്നത്. ഞാൻ നാട്ടിലോട്ട് പോലും വന്നിട്ടില്ല. അപ്പൊ ഈ PR എന്താ എന്ന് എനിക്ക് ഈ ഷോയിൽ കയറി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ ഡിസ്കഷൻസ് ആണ്. ജിൻഡോ PR ചെയ്തു, അവര് PR ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഞാൻ ഈ PR എന്താന്ന് അറിയുന്നത്. പിന്നെ എന്നെ ഒരു ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ബിഗ് ബോസിൽ പോകണ്ടെന്ന് അറിഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇത്ര രൂപ തന്നാൽ നമ്മൾ പ്രൊമോഷൻ ചെയ്യാമെന്ന് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കിത് എന്താ സംഗതി എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. പിന്നെ എന്താണ് വോട്ട് കുറവാണെങ്കിൽ എത്രയോ ലക്ഷം തന്നു കഴിഞ്ഞാൽ എവിക്ഷന് വരില്ലേ, ആ എപ്പിസോഡിൽ എത്രയോ രൂപ തന്നു കഴിഞ്ഞാൽ വോട്ട് മാറ്റിത്തരാന്നോ സംതിങ്, വോട്ട് പെയ്ഡ് വോട്ട്സ് സംതിങ്, എന്തോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ വോട്ട് തരാമെന്ന് അങ്ങനെ എന്തൊക്കെയോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് അതൊന്നുമില്ല. എനിക്ക് ആ സമയത്ത് ലാലേട്ടനെ കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് നേരെ ഓടിച്ച്, അതും എന്നോട് 2 days മുന്നൊക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് അതിനൊന്നും പറ്റിയിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കൂല. നമ്മൾ വെറുതെ കുറെ കാശ് കൊടുത്തിട്ട് ഒരു യൂസ് ഇല്ലല്ലോ. അപ്പൊ നെവിൻ ചോദിച്ചിരുന്നോ പോകുന്നതിന് മുമ്പ് PR കൊടുക്കണോ വേണ്ടായോ എന്നുള്ളതിനെ ഇല്ല, കുറിച്ച്? നമ്മൾ അങ്ങനെ ഒരു ഡിസ്കഷൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് എനിക്ക് ഇപ്പോഴാണെങ്കിൽ എനിക്ക് PR-നെ കുറിച്ച് കറക്റ്റ് ധാരണയുണ്ട്. പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഡിസ്കഷനേ വന്നിട്ടില്ല. PR എന്നുള്ള നെവിന് PR ഇല്ല, PR ഇല്ല, ഒന്നുമില്ല. ഓക്കെ. അവൻ അത് എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്ത് ആലോചിക്കുന്നത്? അവൻ ആകെ കൂടി ഈ ഇന്റർവ്യൂ കൊടുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അവൻ. എല്ലാ ചാനലിലും കയറി ഇന്റർവ്യൂ കൊടുത്തിട്ട് അവൻ നേരെ ഉള്ളിൽ കയറിപ്പോയി. ഇപ്പം അഭിഷേക് പറഞ്ഞല്ലോ, അതായത് എവിക്ഷനിൽ വരുവാന്നുണ്ടെങ്കിൽ വോട്ട്സ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഷോയുടെ ഓതന്റിസിറ്റിയെ ബാധിക്കില്ലേ? ഉറപ്പായിട്ടും. അത് ഇപ്പം ഇത്രയും വർഷം വരുമ്പോ അതിലെ ലൂപ്പ് ഹോൾസും അതൊക്കെ ആൾക്കാർ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല. പൈസയുള്ള ആൾക്കാർ നിൽക്കും. പക്ഷെ എന്നാലും എൻഡ് ഓഫ് ദ ഡേ നമുക്ക് തോന്നുന്നു ജനങ്ങളുടെ ഒരു വോട്ട് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഒരാൾ പേ ചെയ്തിട്ട് വോട്ട്സ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മേ ബി എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്തൊരു വിന്നർ ആയാൽ പോലും അതിനൊരു വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണില്ല. ഇപ്പൊ ലാസ്റ്റ് ടൈം ജിൻഡോന് ഇപ്പൊ എല്ലാരും PR വിന്നർ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന. അപ്പൊ അതൊരു വിന്നർ ആയി കഴിഞ്ഞിട്ട് ഒരു വാല്യൂ ഇല്ലാത്ത പോലെ ആയില്ലേ? അതെ, അതാണ് ഇപ്പൊ ഈ വട്ടം അനുമോളെ എല്ലാരും പറയുന്നുണ്ട്. അനുമോള് വിൻ ചെയ്താലോ നീ PR വെച്ചല്ലേ വിൻ ചെയ്തെന്നുള്ള ആ ഒരു ഷോന്റെ ഒരു വാല്യൂ നല്ല പോലെ പോവും. ഓക്കെ. നെവിൻ അനുമോൾ അവര് രണ്ടുപേരും കൂടെ മറ്റേ ടോം ആൻഡ് ജെറി ആണല്ലോ, ഭയങ്കര വഴക്ക് നടക്കുന്നു, ബഹളം നടക്കുന്നു. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് വെച്ചിട്ട് നെവിൻ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചു. അതൊരു ഇത്തിരി പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നം. എനിക്കാണ് ഇതിന്റെയൊക്കെ ത്രെറ്റ്സ് വരുന്നത്. നെവിൻ അനുമോളുടെ വെള്ളം ഒഴിച്ച എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. ഞാനന്ന് മുംബൈയിൽ എന്തോ ഒരു പരിപാടിക്ക് മുംബൈയിൽ പോയിരിക്കാം. എനിക്ക് ഇൻസ്റ്റയില് മെസ്സേജ്, നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തല്ലും, ഒരെണ്ണം. പിന്നെ ഒരെണ്ണം എന്തായിരുന്നു, നിന്റെ ഏതെങ്കിലും ഫ്രണ്ട് ഇനിയുള്ള സീസണിൽ ബിഗ് ബോസിൽ വരണ്ടെങ്കിൽ ഒന്ന് മുൻകൂട്ടി പറയണേ, ഞങ്ങൾക്ക് കാണാതിരിക്കാനാന്നൊക്കെ. ഞാൻ ഇതെന്ത് പറ്റി പെട്ടെന്ന് 2 ദിവസം മുന്നേ വരെ നെവിന് പൂച്ചണ്ട് കൊടുക്കുന്ന, അത് കൊടുക്കുന്നത്, ഇത് കൊടുക്കുന്നതായിരുന്നു. പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ. അപ്പോൾ ഞാൻ എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോൾ വെള്ളം ഒഴിച്ചു. പക്ഷെ അത് ഇത്ര ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുന്നില്ലേ. അല്ല, അതെന്താ അഭിഷേകിന് അങ്ങനെ തോന്നിയത്? ഇഷ്യൂ ആയിട്ട് തോന്നാതിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ട് എടുക്കണായിരുന്നോ? ഫ്രണ്ട്ലി ആയിട്ടെന്നല്ല പറയുന്നേ, ഇതൊരു ഗെയിമാണ് ആക്ച്വലി. അപ്പൊ അതിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവര് പല ഇതും കാണിക്കും. വെള്ളം ഒഴിച്ച് കുറച്ച് കൂടിപ്പോയി. പക്ഷെ ഇവൻ സ്പ്രിങ്കിൾ ചെയ്യുമ്പോ അനു ഒരു കുപ്പി വെള്ളം എന്റെ തലയിൽ ഒഴിച്ചിട്ടുണ്ട്. മേ ബി ഞാൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോ അവനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു എന്റെ മൈൻഡ് അങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുകയാണതുകൊണ്ട് എനിക്ക് തോന്നാത്തതാണ്. ചിലപ്പോ തേർഡ് പേഴ്സൺ കാണുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഭയങ്കര ജെന്യുവൻ ആയിട്ട് സംസാരിക്കുന്നത് എനിക്കത് സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അഭിഷേക് പറഞ്ഞു കഴിഞ്ഞിട്ട് അഭിഷേക് ലാസ്റ്റ്
ലാസ്റ്റ് പറഞ്ഞത് എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അവന്റെ ഫ്രണ്ട് ആയത് കാരണം ചിലപ്പോ പ്രൊട്ടക്ട് നമുക്കങ്ങനെ ശരിയാ. ഞാൻ ചിലപ്പോ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കണതല്ല, എന്റെ ഉള്ളില് അവൻ എന്റെ ഫ്രണ്ട്, അവൻ ചെയ്യണത് തെറ്റല്ല എന്നായിരിക്കും എന്റെ മനസ്സിൽ പറയുന്നത്. നമുക്കൊരു അതർ സൈഡ് നമുക്ക് കാണാൻ പറ്റും, ബിക്കോസ് നമ്മളുടെ ഫ്രണ്ട് ആവുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഇപ്പം എന്റെ ഒരു ചേച്ചി ഒരാളെ അടിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ, അങ്ങനത്തെ ഒരു ഇതായിരിക്കാം മേ ബി. നെവിന്റെ ഒരു വീക്ക്നെസ് എന്താ അഭിഷേകിന് അറിയാവുന്നത്? ഞാനാണ് അങ്ങനെയല്ല, നെവിനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഈവൻ അവന്റെ പാരന്റ്സിന് പോലും. ഇപ്പൊ നെവിനോട് അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നെവിൻ എന്തായാലും അത് ചെയ്യും. അങ്ങനെ ഒരു നേച്ചറാണ്. നെവിന്റെ ഫ്രണ്ട്സിനൊക്കെ നെവിൻ ഒരു വര വരച്ചാൽ നിർത്തിപ്പിക്കും. ആ നെവിനെ ഒരു വര വരച്ച് നിർത്തിപ്പിക്കുന്ന ഒരാള് ഞാനാ. അതിന്റെ കയ്യിലുള്ള ഒരു ഐഡിയ എനിക്ക് അവനൊരു നമ്മൾ തല്ലൂടും എല്ലാം ഉണ്ട്, ചീത്ത പറയുന്ന തമാശ എല്ലാം ഉണ്ടെങ്കിലും ഒരു റെസ്പെക്ട് എലമെന്റ് ഉണ്ട് നെവിന് എവിടെയോ എന്റെ അടുത്ത്. ആ ഒരു ഇഷ്ടത്തിന്റെ ഒരു എലമെന്റും ഉണ്ട്. അതാണ് ഇപ്പൊ ബിഗ് ബോസിൽ തന്നെ എപ്പോഴും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് അവന് പറയുന്നുണ്ട്. എനിക്ക് അത് പറഞ്ഞ അപ്പൊ ഇവന്റെ ഫാൻസുകാർ എനിക്ക് അത് സെൻഡ് ചെയ്ത് തരും, മെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവന് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒപ്പം ഒരു റെസ്പെക്റ്റും ഉണ്ട്. ഞാൻ പറഞ്ഞാൽ കേൾക്കും. പിന്നെ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഒരുമിച്ച്, ഒരു ഐബാവൻ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലിംഗ് കമ്പനി ഉണ്ട്. അതിൽ ഐബ എന്ന് വെച്ചാൽ അബി തിരിച്ചിട്ട് ഐബ, വെൻ എന്ന് വെച്ചാൽ നെവിന്റെ, അത് തിരിച്ചിട്ടിട്ട്. അപ്പൊ അതൊരു മോഡലിംഗ് കമ്പനിയാണ്. നമ്മുടെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഫസ്റ്റ് പരിപാടി തന്നെ ലുലു ഫാഷൻ വീക്ക് നമുക്ക് കിട്ടി. അത് ഏറ്റവും അങ്ങനെ ദാലു സാറൊക്കെ പോലെ വലിയ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ അങ്ങനെ ലുലു ഫാഷൻ വീക്കിൽ ഒരു പ്രസന്റ് ചെയ്യാൻ. അത് എന്തോ ഭാഗ്യത്തിന് ഐബാവിന് കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഷോ അതായിരുന്നു, ഭയങ്കര സക്സസ് ആയി. അപ്പൊ ഭയങ്കര ഹാപ്പി ആയി. അപ്പൊ നെവിനൊരു മടി പിടിച്ചിരിക്കും. ഞാനും മടി പിടിച്ചിരിക്കുന്ന ആളാണ്, പക്ഷെ ഞാൻ അവന്റെ മുന്നിൽ കാണിക്കും ഞാൻ ഭയങ്കര മടിയല്ല എന്ന്. പക്ഷെ നെവിനെ ഞാനിങ്ങനെ സ്ക്രൂ ചെയ്തടാ, ഇത് ചെയ്യണം, പരിപാടി ചെയ്യണം, അത് ചെയ്ത് എന്ന് പറയുമ്പോൾ അവന് അത് കാരണം ഇപ്പൊ ആ പരിപാടി കാരണം കുറച്ച് രൂപ കിട്ടി. അപ്പൊ ഞാൻ കാരണം അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അവൻ എന്നോട് ഒരു റെസ്പെക്ട് ഉണ്ട്, ഞാൻ പറഞ്ഞാൽ ചെയ്യും. പിന്നെ ഐബാവൻ നമ്മുടെ രണ്ടുപേരുടെയും ഇതായതുകൊണ്ട് അവൻ എല്ലാം പാടി നടക്കുമ്പോ ഞാൻ ഒന്ന് പിടിച്ച് വലിച്ചില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും. അപ്പൊ ആ ഒരു റെസ്പെക്ട് ആണ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നെവിന്റെ വീക്ക്നെസ് അഭിഷേകാണ് അല്ലേ? അതെ. ഓക്കെ, ഇപ്പൊ നെവിന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്താ ലൈഫില്? ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് അവൻ ഷോയില് കാണിക്കുന്ന ഇത് മാത്രമല്ല, ഫുഡ് എത്ര കിട്ടിയാലും കഴിക്കും. വെറൈറ്റീസ് ഓഫ് ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. നെവിൻ ഫുഡ് മോഷ്ടിക്കുന്നതിനെ കുറിച്ച് അഖിൽമാരാർ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നത് ബി ഹൗസിൽ പോയിട്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്. അപ്പൊ അഭിഷേകിന് എന്ത് തോന്നിയത് കേട്ട് കഴിഞ്ഞപ്പോ? അത് ഞാൻ ബിഗ് ബോസിൽ ഉള്ളപ്പോ തന്നെ എത്ര പേര് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഫുഡ് ഭയങ്കര ഇഷ്യൂ ആണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ടൈമിംഗ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ലഞ്ച് 5 o'clock അതിനകത്ത് സമയമൊന്നും അറിയില്ല, ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. വിശപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ എന്തെങ്കിലും ഒരു ഗോതമ്പ് കൊണ്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കി തരും, എനിക്കത് വായിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളത് ഇടും, പക്ഷെ എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റും. അത് കഴിഞ്ഞ് 5 മണി വരെ നമ്മൾ പട്ടിണിയാ, ടാസ്കും ഇതൊക്കെ ചെയ്യണം. വിശപ്പെന്ന് പറഞ്ഞാൽ തലവേദന എല്ലാം ഭയങ്കര വിശപ്പാ. അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നെവിനെ പോലെ എന്റെ ഡബിൾ ഫുഡി ആയിട്ടുള്ള ഒരാളെ എങ്ങനെ സഹിക്കും? അയാൾ കട്ട് തിന്നുള്ളൂ. അത് നാച്ചുറൽ ആയിട്ടൊരു മനുഷ്യന് പറ്റുന്നത് ഇതാണ്. അപ്പൊ അതിനെ ഭയങ്കര മോശം രീതിയിൽ എനിക്ക് അഖിൽമാരാര് പറഞ്ഞു തോന്നി. ഇപ്പൊ അനുവിന്റെ ഇഷ്യൂ ആണെങ്കിൽ പോലും ഇവനെ അല്ലെ ഇവന്റെ തന്തേനെ അടിക്കണം, ആ ഒരു രീതിയിലൊക്കെ പറയുന്നത് ഒരു ഗെയിം അല്ലേ. അപ്പൊ ഇനി അത് അവന്റെ വീട്ടുകാര്, അവന്റെ അനിയത്തി എനിക്ക് ആ വീഡിയോ അഖിൽമാരാന്റെ അയച്ചു തന്നിട്ട്, എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ മോശമായിട്ട് പറയുന്നത്, അവൾ ഈ മീഡിയയിൽ ഒന്നും ഇല്ലാത്ത ഒരാളാ, ഭയങ്കര വിഷമമായിട്ട് അയച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ആ ഗെയിമിനെ പറഞ്ഞു വെള്ളം ഒഴിക്കണ്ടായിരുന്നു, ഇവനെ അടിക്കും, ഇവനെ വീട്ടുകാർ മര്യാദയ്ക്ക് വളർത്താത്തതാ, അതൊക്കെ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ഡിസ്കസ് ചെയ്ത വേറൊരു നെവിന്റെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഷാനവാസ് നോമിനേറ്റ് ചെയ്തിരുന്നു. അതായത് ഷാനവാസ് ആയിട്ട് നോമിനേറ്റ് ചെയ്തിരുന്നു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടച്ചിന്റെ കാര്യം പറഞ്ഞിട്ട്. അഭിഷേകിന് എന്താണ് തോന്നുന്നത്? അത് കഴിഞ്ഞിട്ട് പുള്ളി മാറ്റിയും പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം അത് അങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തത് നെവിനെക്കാട്ടും നെവിന്റെ ഫാമിലിനെ. ഈ പറഞ്ഞ പോലെ നെവിന്റെ അമ്മ എന്നെ വിളിച്ചിട്ടു ഭയങ്കര കരച്ചില്. എന്റെ മോനെ ഞാൻ ഇതുവരെ ഇങ്ങനെ നെവിൻ അതിനകത്ത് കരഞ്ഞു തോന്നുന്നു എപ്പിസോഡില്. കൺഫെഷൻ റൂമിൽ പോയിട്ട് ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിക്കണം എന്നോ അങ്ങനെ സംതിങ് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഏഷ്യാനെറ്റിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എയർ ചെയ്യാതിരിക്കുക, അതിൽ എത്രയോത്തോളം അർത്ഥമുണ്ട്. അല്ലെങ്കിൽ അവനെ ഒരു ഫാമിലി മെമ്പറായിട്ട് സംസാരിക്കുക. അപ്പോൾ ഹീസ് വെരി ഫൈൻ, നിങ്ങളൊന്നും ആരും സംസാരിക്കേണ്ട ആവശ്യമില്ല, അവർ കട്ട് ചെയ്തു. അപ്പൊ അവന്റെ അമ്മ വിളിച്ചിട്ട് ഭയങ്കര കരച്ചില്ല. എന്റെ മോന് ആദ്യമായിട്ട് കരഞ്ഞ് അവര് കാണുന്നത്, അവൻ വീട്ടിൽ കാണുമ്പോൾ ഭയങ്കര ഒന്നും ഇങ്ങനെ പറയാത്ത ആളല്ലേ. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഫാമിലിനെ എഫക്ട് ചെയ്തു, സിസ്റ്ററെ എഫക്ട് ചെയ്തു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ ആ ഡിസ്കഷനേ ഇല്ല.
പുറത്ത് ഭയങ്കര ഡിസ്കഷൻ ആയതാ, അല്ല ആണ് പിടിയൻ, അങ്ങനത്തെ ഓരോ വൃത്തികേടും എല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്തോ ഭാഗം കൊണ്ട് അതൊക്കെ മാറി, അവനെ വീണ്ടും ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ഷാനവാസ് ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞു, അത് ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ്, അത് എവിടെയും ഭയങ്കര ഒരു ഡിസ്കഷൻ ആയില്ല. അത് ആക്ച്വലി ലാലേട്ടൻ ആ എപ്പിസോഡിൽ ചോദിച്ച് ഷാനവാസിനോട് ക്ലിയർ ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ ഇത് ഇപ്പൊ ആ ഒരു വീക്കിൽ ഈ ഒരു കാര്യം വെച്ച് അവൻ ഔട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡിസ്കഷൻ അവിടെ ക്ലോസ് ആയി. ഇപ്പൊ ഷാനവാസ് അത് പറയുന്നതിന് മുന്നേ ഈ വീക്കിൽ ഔട്ടായി പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ഇവൻ എന്താ ഇങ്ങനെ ചെയ്തിട്ട് ഔട്ടായിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരാളായിട്ട് പോർട്രേ ചെയ്യപ്പെടും. അപ്പൊ അത് ഡിസ്കസ് ചെയ്യാത്തത് ഏഷ്യാനെറ്റിന്റെ ഒരു തെറ്റായി പോയി. ഷാനവാസ് അത് പറഞ്ഞത് ഭയങ്കര ചീപ്പായി പോയി. ആസ് എ ഫ്രണ്ട്, നെവിന്റെ ഇതുവരെയുള്ള ജേർണിയിൽ അഭിഷേകിന് ഏറ്റവും ഇമോഷണൽ ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ് ഏതായിരുന്നു നെവിന്റെ? ഇമോഷണൽ മൊമെന്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി റൗണ്ടിൽ വരുന്നതിന് മുന്നേ എനിക്ക് ഇമോഷണൽ ആയതല്ലേ തോന്നുന്നത്. ഫാമിലി റൗണ്ടില് അവൻ എന്നെ എക്സ്പെക്ട് ചെയ്ത ബെസ്റ്റ് ഫ്രണ്ട് വരുന്നു എന്ന് എല്ലാവരുടെ അടുത്തും ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് അവര് പാട്ട്, എനിക്ക് തോന്നുന്നു ഒരു ബെസ്റ്റ് ഫ്രണ്ട് റിലേറ്റഡ് ഇട്ട, കാരണം 3 പേരുടെ ഫാമിലി എന്ത് വരുന്നുണ്ടായിരുന്നേ. അത് ഇട്ടപ്പോ ഇവൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളവൻ പെട്ടെന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഓടി ഈ വാതിലേക്ക് വരുന്ന, എന്നെ എക്സ്പെക്ട് ചെയ്ത് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. തുറന്നപ്പോ അമ്മയാണ്. അപ്പൊ അവന് ചെറിയൊരു അമ്മേനെ ഇഷ്ടമല്ല എന്നല്ല പറയുന്നത്, ഹി വാസ് എക്സ്പെക്ടിങ് മീ. അപ്പൊ ഒരു ഡിസപ്പോയിന്റ്മെന്റ്. ആ സമയത്ത് ഞാൻ ശരിക്കും എപ്പിസോഡ് കണ്ട് ഞാൻ ശരിക്കും കരഞ്ഞു. അവന്റെ ആ ഒരു അവന് കൺട്രോൾ ചെയ്ത് അലവ് ചെയ്തില്ല, ഏഷ്യാനെറ്റ് അലവ് ചെയ്തില്ല. എക്സ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് അലവ് ചെയ്തില്ല. ജസ്റ്റ് എക്സ് കണ്ടസ്റ്റന്റ് അല്ലേ, അതുകൊണ്ട് അലവ് ചെയ്തില്ല. അപ്പം അത് കണ്ടപ്പോ ഞാൻ ശരിക്കും കരഞ്ഞു. എനിക്ക് ഭയങ്കര മിസ് ചെയ്തു. കാരണം എനിക്ക് അങ്ങനെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ നെവിനല്ലാണ്ട് ആരുമില്ല. അപ്പൊ പിന്നെ മാത്രല്ല നെവിൻ ത്രൂ ഔട്ട് അതിനകത്ത് പറയുന്നുണ്ട്, അഭിഷേകിന്റെ പറയുന്നുണ്ട്. അവനത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് മറക്കായിരുന്നു. ഇത് ഡെയിലി വിളിക്കുന്ന ഒരാള്, ഇപ്പൊ അവന് അതിന്റെ അകത്ത് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാനിവിടെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതിന് ഞാൻ ഫസ്റ്റ് എടാ ഇങ്ങനെ ഒരു കമന്റ് വന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ അല്ലേ അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ബീച്ചിലോട്ട് പോകും. അവന് കൊച്ചിന്ന് വരും. എനിക്കൊരു വട്ടം ഒരു ഭയങ്കര വിഷമമുണ്ടായ സമയത്ത് അവൻ കൊച്ചിയിൽ നിന്ന് നേരെ കാർ എടുത്ത് വന്ന് നേരെ എന്നെ ബീച്ചിലോട്ട് കൊണ്ടുപോയി. നമ്മൾ ബീച്ചിൽ ഇരിക്കുവാണ് പിന്നെ രാത്രി മൊത്തം. അന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്, ഇങ്ങനെ ഒരു വിഷമിച്ചിരിക്കുന്ന സമയം വന്ന് ബീച്ചിൽ കൊണ്ടുപോയപ്പോ അന്ന് ആ ബീച്ചിൽ ആദ്യമായിട്ട് കവര എന്ന് പറയും, ബ്ലൂ കളർ ബയോലുമിനിസെൻസ്. യെസ്, ആ സാധനം കറക്റ്റ് ആ ദിവസം വന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയപ്പോ എനിക്ക് അങ്ങനെ എന്റെ ഒരു ഫ്രണ്ടും എന്നെ ഞാൻ വിഷമം പറഞ്ഞപ്പോ കൊച്ചിന്ന് വന്ന് ഇത്രയും ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എനിക്കില്ല. അപ്പൊ അന്ന് ഭയങ്കര ഇമോഷണലായി. സോറി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ അഭിഷേക്. ബിക്കോസ് എന്തായാലും നമ്മുടെ ഫ്രണ്ട് നമ്മൾ കുറെ ദിവസം കണ്ടിട്ട്, അപ്പൊ അതിന്റെ ഒക്കെ ഇറ്റ്സ് ഓക്കെ അഭിഷേക്, അത് കുഴപ്പമില്ല. ഇത് വന്നിട്ട് അവൻ കണ്ടിട്ട് എന്റെ ചെരുപ്പൂരി അടിക്കും. അതായത് നമ്മളിപ്പോ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന അതായിരിക്കും ഫേസ് ടു ഫേസ് വരിക. അല്ലാത്തപ്പോഴായിരിക്കും ഇമോഷണൽ തിങ് വരിക. വാല്യൂ മനസ്സിലായത്, നമുക്ക് വിളിക്കാൻ ആരും ഇല്ല, ഒരു വിഷമം വരുമ്പോ ആരുമില്ല, അവരെന്നെ ചെരുപ്പൂരി അടിക്കുന്ന ഉറപ്പാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അയച്ചു കൊടുക്കാം. ഓക്കെ, ടോപ്പ് 5 എത്തുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നാണ് അഭിഷേകിന് തോന്നുന്നത്? ടോപ്പ് 5 എനിക്ക് തോന്നുന്നു എന്തായാലും അനുമോൾ ഉണ്ടാവും, അനീഷ് ഏട്ടൻ ഉണ്ടാവും, നെവിൻ ഉണ്ടാവും, നൂറ ആൻഡ് അക്ബർ വരണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ മേ ബി അത് ഷാനവാസ് ആയിരിക്കാം. ഇവർ രണ്ടില് ആരെങ്കിലും ഒരാളായിരിക്കും. എന്റെ പേഴ്സണലി എനിക്ക് അക്ബർ വരണമെന്നാണ്. കാരണം ത്രൂ ഔട്ട് ഫ്രം ബിഗിനിങ് അക്ബർ നല്ലൊരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരു ആളാണ്. നമ്മളിപ്പോ ഇമോഷണൽ മൊമെന്റിനെ കുറിച്ചായിരുന്നല്ലോ പറഞ്ഞത്, ഇനി നമുക്ക് കുറച്ച് സന്തോഷിക്കാം. നെവിന്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരുന്നു ഇത്രയുള്ള ജേർണിയിൽ അഭിഷേകിന് തോന്നി? അതിനകത്തല്ലേ എനിക്ക് പെട്ടെന്ന് റികളക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്താ, കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു സജഷൻ, ഒരു ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് എന്റെ മനസ്സിൽ കിടക്കുന്ന നെവിൻ എന്താണെന്നറിയോ, എനിക്ക് ഒരു പ്രാവശ്യം ബിബിയില് നെവിൻ 2 ഇടത്ത് മുടി കെട്ടി, എന്നിട്ട് അവിടെ ഇങ്ങനെ ചാടി നടന്നു. അതുപോലെ ഇന്നലെ ആദിലയായിട്ട് കൈ പിടിച്ചിങ്ങനെ അവര് ചാടി അവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും നെവിൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ചെറിയ ഇമേജസ് ആണ് എനിക്ക് വരുന്നത്. പിന്നെ ലാലേട്ടന്റെ അടുക്കെ
ഇങ്ങനെ ലാലേട്ടന്റെ ഡ്രസ്സ് കൊള്ളാം, ലാലേട്ടന് സുഖമാണോ അങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ? അതുപോലെ ബിഗ് ബോസിനോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസിന് സുഖമാണോ ഇന്ററാക്ഷൻ ഉണ്ട് അവന്. എനിക്ക് തോന്നുന്നു ബാക്കി ആർക്കും അങ്ങനെ ഒരു ഇതില്ല. ഇല്ല വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ആ ഒരു ഇമേജ് ആണ് എന്റെ മനസ്സിലിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു കറക്റ്റ് മൊമെന്റ് എന്ന് പറയാൻ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഫുഡ് കിട്ടുമ്പോഴായിരിക്കും അവൻ ഭയങ്കര ഹാപ്പി ആവുന്നത്. അനുമോളുമായിട്ട് ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. അത് എനിക്ക് കറക്റ്റ് ഒരു മൊമെന്റ് പെട്ടെന്ന് റിക്കളക്ട് ചെയ്യാൻ കിട്ടുന്നില്ല. സാരമില്ല. ഈ പണപ്പെട്ടി ടാസ്കിനകത്ത് നിന്ന് നെവിനെ ബാൻ ചെയ്തിരുന്നല്ലോ, അതൊരു കറക്റ്റ് ആയിട്ട് തോന്നിയിരുന്നു? അത് ഭയങ്കര മോശമായി പോയി. കാരണം ആ ഒരു ഇതില് ഷാനവാസ് വന്നിട്ടാണ് നെവിന്റെ ആ പാൽ പാക്കറ്റില് പിടിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അതിനൊരു റിയാക്ട് ചെയ്തു, അതവിടെ തീർന്നു. എനിക്ക് തോന്നുന്നു അതൊരു പാനിക് അറ്റാക്കാ പറ്റി, അല്ലാണ്ട് നെവിൻ എറിഞ്ഞ ഒരു ശക്തി കൊണ്ട് പറ്റിയൊരു ഇതല്ല. ഒരു പാനിക് അറ്റാക്ക് അല്ലേ ശരിക്കും ഷാനവാസിന് പറ്റിയ. അതിന് നെവിനെ മാത്രം കുറ്റം പറഞ്ഞ, അല്ലെങ്കിൽ ഒരു ശിക്ഷ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു നോമിനേറ്റഡ് ആക്കോ. അങ്ങനെ നോമിനേറ്റഡ് ഇനി പറ്റില്ല എന്നുണ്ട്, എല്ലാവരും നോമിനേറ്റഡ് ആണ്. പക്ഷെ ഈ പണപ്പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവന് ആവശ്യമുള്ള ഒരു വ്യക്തി നെവിനാണ്. പണപ്പെട്ടി. അപ്പൊ പണപ്പെട്ടി ടാസ്ക് വന്നായിരുന്നെങ്കിൽ നെവിൻ അത് എടുത്തേ 100%. അത് ഈവൺ ഇഫ് ഇറ്റ് ഇസ് 3 lakh 4 lakh അവനെടുത്തു. ബിക്കോസ് അവന് ആവശ്യമുണ്ട്, പണത്തിന്റെ ആവശ്യമുണ്ട്. അവന് വീട് വെക്കണം, അവന്റെ സിസ്റ്ററിനെ നോക്കണം, ഫാമിലിനെ നോക്കണം, ആവശ്യമുണ്ട്. അവൻ ആ ഫാമിലിയുടെ പില്ലറാണ്, മെയിൻ പില്ലറാണ്. അപ്പൊ അവൻ എന്തായാലും എടുത്തന്നെ. അത് ഭയങ്കര മോർ ദാൻ പണപ്പെട്ടി അവന് വിഷമമായത് ഇപ്പൊ ടാസ്കുകൾ നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, പൈസ ഇടുന്ന ടാസ്കും പണപ്പെട്ടി മാത്രമല്ല, കുറെ ടാസ്ക് ഉണ്ട്. അതിൽ അവന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവൻ ഭയങ്കര മാറിയിരിക്കുന്നുണ്ട്, വിഷമമായിട്ട്. അവൻ എന്നിട്ട് ഒരു ദിവസം ഞാൻ ലൈവ് വെച്ചപ്പോ പറയാ, ഞാൻ ചിരിച്ചു നിൽക്കുന്നേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ഉള്ളില് വിഷമമുണ്ട്, എനിക്ക് 1 രൂപ പോലും കിട്ടുന്നില്ല എന്നുള്ളത്. പിന്നെ അവര് ചോദിക്കാണ് ആരാണ് കാറിന്റെ ഉള്ളിൽ പൈസ വെച്ചിട്ട് എടുക്കാൻ പോണേ. ഫസ്റ്റ് തന്നെ കൈബക്കി നെവിൻ, നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവൻ ഭയങ്കര ആഗ്രഹം ഉണ്ട് അവന്. പിന്നെ എന്നാലും അവൻ ആ ടാസ്കിലില്ല. പക്ഷെ പ്രൊമോ നെവിന്റെയാ വരുന്നത്. നെവിൻ 15,000 എവിടെ നിന്ന് എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നു, എന്നിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നു. ഇല്ലാത്ത ടാസ്കിലും പ്രൊമോ നെവിന്റെയാണ് വരുന്നത്. അപ്പൊ അവന് ഒരു കണ്ടന്റ് മേക്ക് ചെയ്യാനുള്ള നല്ല കഴിവുണ്ട്. അഭിഷേക് നെവിന്റെ ലെവൽ ഓഫ് കോൺഫിഡൻസിനെ എങ്ങനെ റേറ്റ് ചെയ്യുന്നത്? അയ്യോ, എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ പരിചയപ്പെട്ടിട്ട് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ നിൽക്കുക. അപ്പൊ അവിടെ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നെവിൻ വന്ന് ഒരു തൊപ്പി, ഫുൾ ഗ്ലിറ്റർ, ബാർബി പോലത്തെ ഗ്ലിറ്റർ തൊപ്പി, ഒരു ഫുൾ നെറ്റ്, ഫുൾ എല്ലാം കാണാം, ഒരു നെറ്റിന്റെ ടീഷർട്ട്, ഒരു ചെറിയ ഷോർട്സ്, ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഇടുന്ന പോലത്തെ മൈക്രോ ഷോർട്സ്, എന്നിട്ടൊരു ബാർബിയുടെ ബാഗ്, പിങ്ക് കളർ ബാഗ്, ഒരു പിങ്ക് ഷൂസ് ഇട്ടിട്ടാണ് നെവിന്. ഞാൻ നെറ്റി പോയപ്പോ നെവിനെ, ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകാൻ പറ്റുമോ? അതിനെന്താ എന്നിട്ടൊരു പോണി ടൈലും കിട്ടി, ഇങ്ങനെ ആട്ടിയിട്ട് ബാർബിയുടെ ബാഗ് ഇട്ടിട്ടാണ് നെവിൻ വരുന്നത്. അതിട്ടൊരു റെസ്റ്റോറൻറ്റിൽ വരുന്ന ഭക്ഷണം കഴിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട് ആൾക്ക്. പിന്നെ എന്തും ചെയ്യാം. ജാൻമുനിക്ക് നെവിനെ ആട്ടിയിട്ട് എടാ മര്യാദയ്ക്ക് ഡ്രസ്സ് ഇടാൻ പറയാം. അവൻ ഒന്നുമില്ല, അവന്റെ വേറൊരു വേൾഡാ. അതിൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഒരു ബബിളിലാണ് പുള്ളി. പക്ഷെ ആ പുള്ളി ഹാപ്പിയാണ്, ഒന്നും എഫക്ട് ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നത്, എങ്ങനെ ഒരാൾക്ക് പറ്റണു, ആരെന്ത് പറഞ്ഞാലും ഒന്നും എഫക്റ്റ് ഇല്ല. അവന്റെ ഒരു ബബിൾ, അവൻ ജീവിക്കണു, വെരി ഹാപ്പി, ഒന്നും എഫക്റ്റ് ഇല്ല. കുറെ സിനിമ ഡയലോഗുകൾ അല്ലേ, നമ്മളെന്താടാ ഇങ്ങനെ, അതൊക്കെ പറഞ്ഞ് പുള്ളി ഹാപ്പിയാണ്. അടുത്ത ജന്മെങ്കിലും അതുപോലെ ആവാൻ പറ്റട്ടെ, ഒന്നും എഫക്ട് ചെയ്യാണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ. ബേബി ഹൗസിൽ എത്രത്തോളം റിയൽ ആയിട്ട് നെവിൻ നിൽക്കുന്നുണ്ടെന്നാണ് അഭിഷേകിന് തോന്നുന്നത്? 200% റിയൽ. 200. അവൻ എങ്ങനെയാണോ കോർ നെവിൻ എങ്ങനെയാണോ അതുപോലെയാണ്. പക്ഷെ ആ ഒരു എക്സ്ട്രീം നെവിനിലോട്ട് എത്തിയിട്ടില്ല. എക്സ്ട്രീം ദേഷ്യത്തിന്റെ നെവിനുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഭദ്രകാളി രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. എക്സ്ട്രീം തമാശയിലേക്കൊന്നും എത്തിയിട്ടില്ല. നമുക്ക് ഫാമിലി ഓഡിയൻസിന് സംരക്ഷണം ചെയ്യാൻ പറ്റുന്ന നെവിനായിട്ടാണ് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അനുമോൾ നെവിനായിട്ടുള്ള ഒരു ഫൈറ്റ്. അഭിഷേക് അത് എങ്ങനെയാ അഭിഷേക് കാണുന്നത്? ആസ് എൻ ഓഡിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സീസണിൽ ഇത്ര വെച്ചിരുന്നിട്ടില്ല. എനിക്ക് ശരിക്കും പണ്ട് ലക്ഷ്മിപ്രിയയും റിയാസും തമ്മിൽ അടിയുണ്ടായിരുന്നില്ലേ, അത് ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സൈക്കോളത് എനിക്കറിയില്ല, ഞാനത് ഭയങ്കര എനിക്ക് ഇഷ്ടമായിരുന്നു. ഇവർ ഓരോന്ന് പറയുമ്പോ ലക്ഷ്മിപ്രിയയുടെ ഒരു ആട്ടം, അതുപോലെ എനിക്ക് ഇവര് രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് ഇവര് തമ്മിലൊരു ബോണ്ട് ഉണ്ട്. ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ അനുമോളെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് നെവിൻ. എനിക്കൊരു തോന്നുന്ന ഒരു ഇഷ്ടമുള്ള ഈ ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞുള്ള ഒരു ഇതാണ്. പക്ഷെ അത് അതിര് വെള്ളം ഒഴിച്ചതിൽ മാത്രമാണ് ഒരു അതിര് കിടന്നത്. ഒരു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയെ എന്ന് വിളിക്കുന്നത്. എനിക്ക് ആസ് എ കണ്ടന്റ് വൈസ് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അനുമോൾ നൂറ അങ്ങനെ ഒരു കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടാസ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നിൽക്കുന്നത് നൂറയാണല്ലോ. സോ നൂറ നോമിനേറ്റഡ് ആയി നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈനൽ 5 അനുമോളെക്കാളും നൂറയാണ് ഡിസേർവിംഗ് എന്ന് തോന്നിയിട്ടുണ്ടോ?
ഫൈനൽ ഫൈവിലേക്ക് ഒബ്വിയസ്ലി നൂറയാണ് ഡിസേർവിങ്. കാരണം ടാസ്ക് ആയിക്കോട്ടെ എന്തിലും നല്ലപോലെ കളിക്കുന്നുണ്ട്. പക്ഷെ അനുമോള് ടാസ്ക് കളിക്കുന്നില്ലെങ്കിലും കണ്ടന്റ് വൈസ് കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു പ്രൊമോയെങ്കിലും അനുമോളും ഒപ്പിക്കാൻ നോക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മളൊരു റാപ്പിഡ് ഫയർ സെഷനിലേക്ക് പോവാണ്. ഓക്കെ, ബിഗ് ബോസ് റാപ്പിഡ് ഫയർ സെഗ്മെന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സീസണിനകത്ത് അഭിഷേക് ഉണ്ടായിരുന്നെങ്കിൽ ആരുമായിട്ടായിരിക്കും ആദ്യം ഫൈറ്റ് ചെയ്യുക? ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു അനുമോളായിട്ടും പിന്നെ അനീഷേട്ടനായിട്ടും. അനീഷേട്ടൻ എനിക്കിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോ കണ്ടു അങ്ങനെ പറയണ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ആവും പെട്ടെന്ന്. ചിലപ്പോ പല വിളിച്ചു പറയും. പിന്നെ അനുമോളുടെ ചിന്താഗതി ഭയങ്കര എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന കേട്ടോ. ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഭയങ്കര പുറകോട്ടുള്ളൊരു ചിന്താഗതിയായിട്ട് തോന്നുന്നു. അപ്പൊ അത് ഭയങ്കര കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഏത് കണ്ടസ്റ്റന്റിനാണ് ഗെയിം കളിക്കുന്നതിനേക്കാളും കൂടുതൽ ആക്ട് ചെയ്യുന്നതിന് അവാർഡ് കൊടുക്കേണ്ടത്? ആക്ട് ചെയ്യുന്നതിനോ? അത് എനിക്ക് തോന്നുന്നു അനുമോൾക്കായിരിക്കും. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒന്നത് പറഞ്ഞ സമ്മതിക്കില്ല. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു വൺ ഡിബേറ്റ് തന്നെ ഉണ്ടായി. ഞാൻ പറയാം അനുമോൾ ഈ പാവക്കുട്ടീനെ പിടിച്ചൊരു 30 years ആയിട്ടുള്ള ഒരു ലേഡി പാവക്കുട്ടീനൊക്കെ പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആക്ടിങ് ആയിട്ട് തോന്നി. പിന്നെ മിണ്ടി അപ്പൊ കരയുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു അല്ല ഞങ്ങൾ അവളെ സ്റ്റാർ മാജിക് മുതൽ കാണുന്നതാ, അവൾ അങ്ങനെയാണ്, ഞങ്ങൾ സമ്മതിച്ചു തരില്ല, ഞങ്ങൾക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മേ ബി ഞാൻ സ്റ്റാർ മാജിക് കാണാത്തോണ്ടാണോന്ന് അറിയില്ല, എനിക്ക് കാണുമ്പോൾ കുറച്ചൊരു ക്രിഞ്ചായി ആക്ട് ചെയ്യുന്ന പോലെ. ഒരു കണ്ടസ്റ്റന്റ്, അതായത് അവര് വിചാരിക്കുന്നത് അവര് ഹീറോ ആണെന്നാണ്, പക്ഷെ ആക്ച്വലി അവര് വില്ലനാണ്. എനിക്ക് തോന്നുന്നു ഷാനവാസിനെ എനിക്കങ്ങനെ ഷാനവാസിന് ഭയങ്കര പുറത്ത് സപ്പോർട്ട് ഉണ്ട്, ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു ചെറിയ ആക്ടിങ് ആയിട്ട് എനിക്ക് പലപ്പോഴും ഒരു ഇടയ്ക്ക് വെച്ച് ഭയങ്കര ഒരു ക്രിഞ്ച് ലെവലിലോട്ട് ഷാനവാസ് പോയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തേ. അപ്പൊ പുള്ളി മോസ്റ്റ് ഡ്രാമാറ്റിക് ബിഗ് ബോസ് ഫേസ് ആരാണ്? മോസ്റ്റ് ഡ്രാമാറ്റിക് ബിഗ് ബോസ് ഫേസ് എന്ന് പറയുമ്പോൾ ആക്ടിങ് ആയിട്ടല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അത് നെവിൻ, ഡ്രാമ ക്വീൻ. അഭിഷേക് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ പോയായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അൺഫോളോ ചെയ്യുന്ന ആരായിരിക്കും? ഫസ്റ്റ് അൺഫോളോ ചെയ്യുന്നത് ലക്ഷ്മി. അൺഫോളോ അല്ല, ബ്ലോക്ക് ആൻഡ് റിപ്പോർട്ട്. ബിഗ് ബോസ് ഹൗസിൽ അഭിഷേക് പോയി കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് മ്യൂട്ട് ചെയ്യുന്നത് ആരായിരിക്കും? എനിക്ക് എന്തോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അനീഷേട്ടനെ. പക്ഷെ അത്രയ്ക്ക് ബഹളമൊന്നുമില്ലല്ലോ, കുറഞ്ഞു കേട്ടോ. ഇപ്പൊ നിരാശ കാമുകനിലേക്ക് ഒരു ദിവസമായിട്ട് പോയിട്ടുണ്ട്. ഏത് കണ്ടസ്റ്റന്റിനാണ് പീസ് പ്രൈസ് ഡിസേർവ് ചെയ്യുന്നത്? അതായത് ഈ ബഹളത്തിനിടയ്ക്ക് പീസ് പ്രൈസ് ഡിസേർവ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആരാണ്? അത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ അവിടെ? അനീഷേട്ടൻ കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതുവരെ ഈ സീസണിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിൽ പീസ് പ്രൈസ് ഡിസേർവ് ചെയ്യുന്ന ആരൊക്കെയാന്ന് എനിക്കിപ്പോ ഒന്ന് റീകളക്ട് ചെയ്യട്ടെ കേട്ടോ. ആരൊക്കെ ആയിരിക്കും? ഒരു ഓപ്ഷൻസ് പറഞ്ഞേ, ഞാൻ ആലോചിക്കട്ടെ. ആര്യൻ? അയ്യോ, നോട്ട് അറ്റ് ഓൾ. ആര്യൻ ഏറ്റവും റെസ്റ്റ്ലെസ് ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആര്യനെ. പക്ഷെ ശരത് ആരായിരുന്നു? അപ്പാനി അല്ലേ? ഓക്കെ, അല്ല, പീസ്ഫുള്ളേ അല്ല. ലക്ഷ്മി? അയ്യോ അല്ല, ലക്ഷ്മി ഐ തിങ്ക് ലക്ഷ്മിയുടെ ഉള്ളിൽ കാമാണ്. ഐ തിങ്ക് അവര് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഒരു സ്ട്രാറ്റജി ഇറക്കി ഇത് ഒഴിക്കുകയാണെങ്കിൽ, അതായത് ഇവൻ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്തും പുള്ളിക്കാരി ഒരു ചിരിച്ചൊരു ചെറിയ ചിരിയൊക്കെ ഇല്ല അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. പക്ഷെ എന്തോ ചിലപ്പോ ആ ഒരു വോട്ടിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഒരു സബ്സ്റ്റൻസ് ഇല്ല, അതായത് ആളുടെ കയ്യിൽ ഒരു കോണ്ടന്റ് ഒന്നും ഇല്ല, പക്ഷെ പുറമെ അതായത് ഹൗസിന്റെ ഉള്ളില് ഞാൻ വൻ സംഭവമാണെന്ന് നിൽക്കുന്നതാരാ? ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഞാൻ എന്തൊരു ലൈവ് കണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് രാത്രി ഇരുന്ന് പഠിച്ചിട്ട് പോകും പരീക്ഷ എഴുതാൻ, അവിടെ ചെന്ന് പേപ്പർ കൈ കിട്ടി കഴിയുമ്പോ ഓർമ്മ. ഭയങ്കര വീട്ടിലൊക്കെ ഇങ്ങനെ അമ്മയുടെ അടുത്ത് പ്രസംഗിക്കും, അതല്ല ഇപ്പൊ കിട്ടുന്നില്ല. 24 hours ലൈവ് കാണുന്നു. അതെ, ഞാൻ എന്റെ റൂമില് ടിവിയില് ഓണാ, ഞാൻ വർക്ക് ചെയ്യുമ്പോഴും എല്ലാം ഓണാണ് സംഗതി, ഫുൾ കാണല. ഒരു സബ്സ്റ്റൻസ് ഇല്ല, പക്ഷെ ഹൗസിൽ ഭയങ്കര സംഭവമാണ് കാണിക്കുന്നുണ്ട്. ബട്ട് ആൾക്ക് വലിയ കഴമ്പൊന്നുമില്ല, വലിയ സബ്സ്റ്റൻസ് ഇല്ല. ഓക്കെ, അങ്ങനെ സബ്സ്റ്റൻസ് ഇല്ലാത്ത ആരും അതിനകത്ത് ഇല്ല എന്നാണ് ഫീൽ. എനിക്ക് തോന്നുന്നു ഈ വട്ടം നല്ല
കണ്ടസ്റ്റൻസിനെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആര്യന് ഭയങ്കര സ്വയം ഒരു ഭയങ്കര ഇതാണ്. അവനുണ്ട് കേട്ടോ, നല്ല കഴിവുള്ള പയ്യനാ. പക്ഷെ എന്നാലും അവന് ഭയങ്കര ഒരു ഞാനൊരു ആക്ടറാണ് ലാലേട്ട അങ്ങനൊരു പറയലുണ്ട്. ഞാൻ ആര്യനെ ഇടയ്ക്ക് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞാ എനിക്ക് അവനിങ്ങനെ ഫാസ്റ്റില് സംസാരിക്കണ ഞാൻ ഇടയ്ക്ക് പറയണ്ട ഇങ്ങനെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സംസാരല്ലേ. ഇത് നേരത്തെ പറഞ്ഞത് ഞാനൊരു ആക്ടർ അല്ലല്ലോ, ഞാനൊരു ആക്ടറാണ് ലാലേട്ട. അത് ഒരു അങ്ങനെ ഒരു അവനൊരു ലാലേട്ട വരുമ്പോ ചിരിച്ചിട്ട് ഇല്ലേ, എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു ഇതുണ്ട്. ഓക്കെ, അപ്പം മൂന്നാമത്തെ പ്രോഗ്രാം ആണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് പിടിച്ചിരുത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല. നല്ല ഒരു പോഡ്കാസ്റ്റ്. ഞാൻ ഐ തിങ്ക് പോഡ്കാസ്റ്റ് ഫസ്റ്റ് ടൈം ആകുന്നു. ഇന്റർവ്യൂസ് ഉണ്ട്, ഇതുപോലൊരു സെറ്റപ്പ് ഞാനും ആദ്യമായിട്ട് പോഡ്കാസ്റ്റ് എന്തായാലും അടിപൊളിയായിരുന്നു. ഇനി കുറച്ച് എന്നെ പൊക്കി പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എസ്പെഷ്യലി ആ ഒരു വോയിസ് മോഡുലേഷൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എല്ലാം പോഡ്കാസ്റ്റിന്റെ ഒരു രീതി, ഒരു എന്നെ കരയിപ്പിച്ച ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂല് കണ്ടിട്ടില്ല. കരയാൻ വേണ്ടി ഞാനൊന്നും ചോദിച്ചില്ല, ഞാൻ കരയിപ്പിച്ചു വന്നില്ല. ഞാൻ എന്തോന്ന് ചോദിച്ചു കരഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ടൈം മനസ്സാ വാച ഞാൻ അറിഞ്ഞിട്ടില്ല. അത് നടന്നു. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര ഇംപ്രസീവ്. 10 on 10. താങ്ക് യു സോ മച്ച് അഭിഷേക്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് ഇനിയും കാണാം. ഓൾ ദ ബെസ്റ്റ് ടു യു ആസ് വെൽ. ഈ പ്രോഗ്രാം നല്ല രീതിയിൽ നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് ആണ്. റിയലി ഈ ഒരു സെഗ്മെന്റിന്റെ അല്ലേ? നമ്മുടെ ഐസ് ബ്രേക്ക് സെഷന്റെ ഫസ്റ്റ് ഗസ്റ്റ് ആണ്. ഐസ് ബ്രേക്ക് ആയി. ഇനിയും കുറെ നല്ല വലിയ സെലിബ്രിറ്റീസ് ഒക്കെ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.